തിരുമൂലർ 3000 വർഷം ഇരുന്നെന്നും ബോഹർ 4000 കൊല്ലം ഇരുന്നെന്നൊക്കെ പറയുന്നു. പക്ഷേ അത് സയൻറ്റിഫിക്കലി ബ്രിട്ടീഷുകാരൻ മുതലേ അക്സെപ്റ്റ് ചെയ്തതാണ്. രാജസ്ഥാനിൽ ഒരു രാജാവ് 96 വയസ്സായി കുട്ടികളില്ലാതെ ഇരുന്ന് പിന്നെ അങ്ങേര് കായകൽപ്പമൊക്കെ ചെയ്ത് വേറെ മാരേജ് ചെയ്ത് രാജാവിന് കുട്ടികൾ വന്ന് 160 വയസ്സ് വരെ ഇരുന്ന ഒരു റെക്കോർഡുണ്ട്. മനുഷ്യൻ എന്ന് പറയുന്നത് വെറും ഒരു ബാഡിയല്ല, അത് ഈ ബാഡിയുടെ അകത്ത് ട്രില്യൺസ് ഓഫ് സെൽസ് ഇരിക്കുന്നു. ട്രില്യൺസ് ഓഫ് സെൽ, ഒരു സെല്ല് ഒവ്വൊരു സെല്ലും ഈക്വൽ ടു വൺ അമീബ. സ്പിരിച്വൽ റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റിയലൈസേഷൻ, ഒരു കോൺഷ്യസ്നുണ്ട്, അത് വന്ന് പെർസെൻറ്റേജ് ഇൻക്രീസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു അബ്നോർമൽ തിങ്കിങ് പാറ്റേൺ. യോഗ, പ്രാണായാമ, ആസന, പ്രാണായാമ, ബ്രീത്തിങ് ആൻഡ് മന്ത്ര, വാസി പഠിക യോഗം, ഡീറ്റെയിൽഡ് വാസി മൂലക്കൊണ്ട്. ഇത് ഞാനാണ് ഫസ്റ്റ് അതിനെ പ്രാക്ടിക്കലായിട്ട് ക്ലാസ് എടുക്കുന്നത്. ഇതിന് മുമ്പ് ആരും എടുത്തിട്ടില്ല. ബ്രെയിൻ ആക്ടിവിറ്റി ഫുള്ളായിരിക്കും, നല്ല സമാധാനം, ഇതൊക്കെ വരും. ഇതാണ് വാസിയോഗയുടെ റിസൾട്ട്. ഫൈനൽ അവർ ശിവ കോൺഷ്യസ്നെസ്സിൽ ലയിക്കും. ഈ വാസിയോഗ കേരളത്തിലുമുണ്ട്. ശിവൻ അങ്ങനെയെന്ന് പറഞ്ഞാൽ 0, അപ്പോൾ ശക്തി എന്ന് പറഞ്ഞാൽ 1. വേറെ വിചാരിക്കും ഒന്നല്ല, 0 തന്നെ വലുത്. ഗുരുജി, വാസിയോഗ അത് കൃത്യമായിട്ടൊന്ന് പറഞ്ഞുതരാമോ? എന്താണ് ഈ വാസിയോഗ എന്നുള്ളത്? വാസിയോഗ ഇത് വന്ന് തമിഴ് സിദ്ധர்களுടെ റെക്കോർഡുകളിൽ പഴയ കാലത്ത് അഗസ്ത്യരുടെ പീരീഡ് ഇരിക്കുകയാണ്. അഗസ്ത്യർ വാസിയോഗ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, തിരുമൂലർ പറഞ്ഞിട്ടുണ്ട്, വേറെയും 18 സിദ്ധന്മാരെല്ലാം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ വാസിയോഗ കേരളത്തിലുമുണ്ട്. അപ്പോൾ കേരളത്തിൽ എങ്ങനെ വന്നെന്ന് പറഞ്ഞാൽ, ഇവിടെ നിന്ന് സ്വാമി ശിവാനന്ദ പരമഹംസർ വടകര. അപ്പോൾ സ്വാമിക്ക് ലൈഫിൽ ഭയങ്കര ഭാര്യ മരിച്ചപ്പോൾ ഇതൊക്കെ ഒരു തേടുതൽ ഇങ്ങനെ വരുമ്പോൾ പളനി അടിവാരത്തിൽ പോയിരുന്നു. പളനി അടിവാരത്തുമ്പോൾ ഒരു സിദ്ധർ ഇങ്ങനെ പറഞ്ഞു കൊടുത്തതാണ്. പറഞ്ഞു കൊടുത്ത ശേഷം ഇത് വാസിയോഗ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് സന്യാസികൾ മട്ടത്തിൽ മാത്രമാണ് ഇരുന്നത്, ഹൈ ലെവലിലിരുന്നത്. ഈ ശിവാനന്ദ പരമഹംസറാണ് ഇല്ല ഫാമിലിയിലുള്ളവരും ചെയ്യാം, അപ്പം ചെയ്യാമെന്ന് ഇൻട്രൊഡ്യൂസ്. അതിൻ്റെ ഈ വൈറ്റ് വെള്ള തുണിയൊക്കെ കൊടുത്തിട്ട് പോകുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ വടകര, അങ്ങനെ സാധാരണക്കാരൊക്കെ ഒന്ന് കൊണ്ടുവന്നത്. അപ്പോൾ അത് കൊണ്ടുവന്ന ശേഷം അത് സ്വാമിയുടെ പീരീഡ് ഇപ്പോൾ ഒരു 15 കൊല്ലമായിട്ട് എല്ലാവർക്കും വാസിയോഗ പഠിപ്പിക്കണം. അത് ഒരുപാട് പേര് കാശും ഉണ്ടാക്കുന്നു ഇങ്ങനെ വാസിയോഗ എന്ന്. കേരളത്തിൽ അതിൻ്റെ പേര് വാസിയോഗ തന്നെ. അത് വാസിയോഗ തന്നെ. അവർ ആ ഫോളോവേഴ്സിന് ബ്രഹ്മശ്രീ എന്ന് പേരിട്ട് പറയും. ബ്രഹ്മശ്രീ പേര്. ഇപ്പം നിങ്ങളുടെ പേരെന്തോന്ന് അത് പഠിച്ച ബ്രഹ്മശ്രീ എന്ന് പറഞ്ഞ് അവർ പിന്നെ ആത്മനമസ്കാരം എന്ന് പറയും. ഇപ്പോൾ സാധാ നമസ്കാരം, അത് പഠിച്ചു കഴിഞ്ഞാൽ ആത്മനമസ്കാരം. ഇதை വെച്ച് കണ്ടുപിടിക്കാം ഏതാണ് കേരള ട്രഡീഷൻ. അവിടെ അങ്ങനെ ഒന്നുമില്ല, ആത്മനമസ്കാരമില്ല. ഇവർ വെള്ള ഡ്രസ്സാണ്. തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു ഡ്രസ് കോഡൊന്നുമില്ല. അതൊക്കെയാണ് ഏൻഷ്യൻ്റ് ഇത് വന്നത്. അപ്പോൾ ഈ വാസി യോഗം എന്ന് പറഞ്ഞാൽ നമശിവായ എടുത്താൽ അല്ല, യാ എന്ന് പറഞ്ഞാൽ ആത്മാവ്, മാ എന്ന് പറഞ്ഞാൽ അത് വന്ന് മായ, നാ എന്ന് വെച്ചാൽ തിരോധായി, അതായത് കൺസീലിംഗ് പവർ, സി എന്ന് പറഞ്ഞാൽ ശിവൻ, വാ എന്ന് പറഞ്ഞാൽ പരാശക്തി. ഇതാണ് ഇതിൽ. വാസി യോഗ എന്ന് പറഞ്ഞാൽ വാ പരാശക്തി, സി ശിവൻ. അപ്പോൾ ഈ ബ്രീത്തിങ്ങിൽ ഇത് കമ്പൈൻ ചെയ്ത് ശിവമയമാവുന്നത് എങ്ങനെ? അതാണ് വാ ഇൻഹലേഷൻ, സ്ട്രെയിൻ, ആക്ഷൻ, വാ, സി റിലാക്സ്, സി ആക്ഷൻ, സ്റ്റാൻഡർഡീസ്, അറ്റൻഷൻ, സ്റ്റാൻഡർഡീസ്, ആക്ഷൻ, ഇനാക്ഷൻ. ഇത് നല്ല ഫുള്ളായിട്ട് ഇയക്കി ഈ ഇൻഹലേഷൻ എക്സലേഷനെ വിശുദ്ധിയിൽ ട്രാൻസ്ഫർ ചെയ്ത് അതുവഴിയെ ചക്രങ്ങളിൽ കൊണ്ടുപോകുന്നതാണ് വാസിയോഗ. അതിന് ഈ ശ്വാസം വെച്ച് സ്ഥൂല പ്രാണായാമത്തെ സൂക്ഷ്മ പ്രാണായാമമായിട്ട് കൺവെർട്ട് ചെയ്യുന്നതാണ് വാസിയോഗ. അപ്പോൾ ഇതിപ്പോൾ ഓക്സിജൻ പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡ്. പക്ഷേ ഇത് ഈ ആക്ടിവേഷൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ നെഞ്ചിലിരിക്കുന്ന പ്രാണശക്തിയെ, ദശവായു ഉണ്ട്, അതിൽ ഒவ்வொரு വർക്ക് ചെയ്യാണ്. പ്രാണശക്തിയെ കഴുത്തിൽ ഉദാഹരണമുണ്ട്, അതിനെയും ക്രോസ് ചെയ്ത് കൊണ്ടുപോയി തലയിൽ ഇങ്ങനെ സ്പ്രൗട്ട് ചെയ്യുന്ന ടെക്നിക്കാണ് വാസിയോഗ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബ്ലിസ്ഫുൾ എക്സ്പീരിയൻസ്, ബ്രെയിൻ ആക്ടിവിറ്റി ഫുള്ളായിരിക്കും, നല്ല സമാധാനം, ഇതൊക്കെ വരും. ഇതാണ് വാസിയോഗയുടെ റിസൾട്ട്. ഫൈനൽ അവർ ശിവ കോൺഷ്യസ്നെസ്സിൽ ലയിക്കും, എല്ലാം ശിവമയം അങ്ങനെയെന്ന് പറഞ്ഞ് ശിവശക്തിൻ്റെ വെളിപ്പാട് തന്നെ എല്ലാം ശിവശക്തിൻ്റെ ഇതാണ്. അതായത് ശിവൻ അങ്ങനെയെന്ന് പറഞ്ഞാൽ 0, ഇതൊന്ന് 0 ശൂന്യം. അപ്പോൾ ശക്തി എന്ന് പറഞ്ഞാൽ 1,
1. അപ്പോൾ ഇതിൽ ഏത് വലുത്? വേറെ വിചാരിക്കും ഒന്നല്ല, 0 തന്നെ വലുത്. ഇല്ല, 1 എന്ന് പറയുന്നത് +1 അല്ലേ? 0ൻ്റെ ഒരു +1 ഉണ്ട്, ഒരു -1 ഉണ്ട്. +1 + -1 = 0. 0യിൽ അപ്പോൾ രണ്ട് 1 ഉണ്ട്, ഒരു +1 ഒരു -1. ഇത് 1. ഇങ്ങനെ ശിവമാണ് ഫൈനൽ. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇതിൽ നിങ്ങൾ ഇങ്ങനെ വാസിയോഗം ചെയ്യുമ്പോൾ ഈ നേച്ചറിലുള്ള ലാസ്റ്റ് എല്ലാം പിരിച്ച് നോക്കിയാൽ എല്ലാം ശിവശക്തി, എല്ലാം ശിവമയം. മനസ്സിലായി? അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിൽ ഉള്ള ജ്ഞാനം എത്തും, റിലാക്സായിരിക്കും, അതിനുള്ള മുക്തി. ഇങ്ങനെ ഒരു മുക്തി എന്ന് വെച്ചാൽ ലിബറേഷൻ, മരണമല്ല. മരണം എന്ന് പറഞ്ഞാൽ അത് എപ്പോൾ സംഭവിക്കും, അതുവരെ ഇവർ ലിബറേറ്റഡ് ആയിരിക്കും. അവർ കൊണ്ട് ഒരു വേറെ ആർക്കും എന്ത് ചെയ്യാൻ പബ്ലിക്കിന് ഒരു യൂസ്ഫുള്ളായിട്ടുള്ള ലൈഫിൽ. ഇതാണ് വാസിയോഗം. ഇത് ചെയ്യുന്ന മെത്തേഡുകൾ പല ടെക്നിക്സ് ഉണ്ട്. മെത്തേഡുകൾ എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ സിദ്ധന്മാർ എന്തെന്ന് വെച്ചാൽ ചക്രങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ പഠിക യോഗം എന്നുണ്ട്. പഠിക യോഗം 2ാമത് ലെവൽ. അതിൽ ഈ മൂക്ക് തുമ്പത്തിൽ നിന്ന് ഇതുവരെ ഉള്ള ലെന്തിനും സ്പൈനിനുള്ള കണക്ഷൻ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മൂലാധാരത്തെയും കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത് ചെയ്യുമ്പോൾ ഇവിടെ ഈ സ്ഥൂല പ്രാണായാമം സ്ലോ ഡൗൺ ആവും. ഞാൻ പറയുന്ന ചക്ര ബ്രീത്തിങ് നിങ്ങൾക്ക് ഫീലാവും. അടുത്ത ഇതിൽ നിന്ന് 2 മില്ലിമീറ്റർ മുകളിൽ ഇത് വെച്ചിട്ട് സ്വാധിഷ്ഠാനത്തിൽ വെച്ച് സ്വാധിഷ്ഠാന മുദ്രയും ഇത് ധ്യാനം ചെയ്താൽ അത് റൊട്ടേറ്റ് ആവുന്ന നിങ്ങൾക്ക് ഫീലാവും. ഇങ്ങനെ നമ്മൾ വിശുദ്ധി വരെ കൊണ്ടുപോയിട്ട് തിരിച്ച് വിശുദ്ധിയിൽ നിന്ന് കളത്തിലോട്ട് മുകളിൽ കൊണ്ടുപോകുന്ന ഒരു സയൻറ്റിഫിക് മെത്തേഡാണ് ഇത് വാസിയോഗം. അപ്പോൾ ഇത് എന്തുകൊണ്ട് ചെയ്യണം എന്ന് വെച്ചാൽ ബ്ലിസ്ഫുൾ എക്സ്പീരിയൻസ് മാത്രമല്ല, നിങ്ങളുടെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം എനർജൈസ് ആവും. എല്ലാവരും നിങ്ങളുടെ ആധാരങ്ങളിലാണ് ആൾ ഇൻറ്റേർണൽ ഓർഗൻസ് ആർ കണക്റ്റഡ്. ഉദാഹരണം പീനീസ്, ടെസ്റ്റസ്, ഇതെല്ലാം മൂലാധാരത്തിൽ കണക്റ്റഡ്. ലേഡീസ് ആകുമ്പോൾ ക്ലൈറ്റോറിസ് കണക്റ്റഡ്, സ്വാധിഷ്ഠാനം പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് കണക്റ്റഡ്, ലേഡീസ് ആകുമ്പോൾ യൂട്രസ്, വാലപ്പിയൻ ട്യൂബ്, ഓവറീസ് കണക്റ്റഡ്, മണിപൂരകം, അഡ്രീനൽ, കിഡ്നി കണക്റ്റഡ്. അതിൽ നിന്ന് കണ്ണിന് പോകുന്നത്. അനാഹത്തിന് ഹാർട്ട്, ലങ്സ്, സ്പ്ലീൻ 50%, തൈമസ്, ലിവർ, ഇതൊക്കെ അതിൽ കണക്റ്റായിരിക്കുന്നു. ത്രോട്ടിൽ തൈറോയിഡ്, പാരാതൈറോയിഡ്. ഇപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ എല്ലാമേ ആധാരങ്ങൾ കണക്റ്റാണ്. ഇപ്പോൾ എല്ലാം വാസിയോഗം ചെയ്യുമ്പോൾ എല്ലാവർക്കും അസുഖം വരില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരെന്ന് യു ക്യാൻ ഡെവലപ്പ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പാവും. ഇമ്മ്യൂണിറ്റി ഡെവലപ്പായി ഒരു അസുഖം വരില്ല. അപ്പോൾ നെഗറ്റീവ് എനർജി വന്നാലും അത് അവരെ അറ്റാക്ക് ചെയ്യില്ല. അപ്പോൾ അത് ഹെൽത്ത്, വാസിയോഗം ചെയ്യുന്ന ഫസ്റ്റ് ഹെൽത്ത്, 2ാമത് ലോങ് ലൈഫ്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അപ്പോൾ കായകൽപ്പം എന്ന് പറഞ്ഞാൽ ഇതാണ് ലോങ് ലൈഫ്. അപ്പോൾ ലോങ് ലൈഫ് വരാൻ കാരണം തോന്നുന്നു ഈ കോസ്മിക് എനർജി ആസ്ട്രൽ ബോഡിയിൽ செயல்படுമ്പോൾ ആ എനർജി ഊർജം ഒவ்வொரு മൈറ്റോകോൺട്രിയ എടുത്ത് വലിച്ചെടുക്കുന്നു. അപ്പോൾ അതിലുകൊണ്ട് ലോങ് ലൈഫ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒவ்வொரு സെല്ലും 7 ഇയേഴ്സിനൊരുക്കെ പുതിയ സെല്ലാக മാറും. അപ്പോൾ പുതിയ സെല്ലാக മാറുമ്പോൾ ഈ അതിലുള്ള പഴയ വീക്ക്നെസ്സൊക്കെ പോയി, പഴയ അസുഖത്തിൻ്റെ നെഗറ്റീവ് എനർജി ഇതൊക്കെ പോയിട്ട് വരുന്ന സെല്ല് ഫ്രഷായി വന്നാൽ ദേ ക്യാൻ ലീവ് ലോങ്ങർ വിത്തൗട്ട് എനി ഡിസീസ്. പല കാലങ്ങളിൽ തിരുമൂലർ 3000 വർഷം ഇരുന്നെന്നും ബോഹർ 4000 കൊല്ലം ഇരുന്നെന്നൊക്കെ പറയുന്നു. പക്ഷേ അത് സയൻറ്റിഫിക്കലി ബ്രിട്ടീഷുകാർ മുതലേ അക്സെപ്റ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് കായകൽപ്പം എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിൽ ഒരു രാജാവ് 96 വയസ്സായി കുട്ടികളില്ലാതെ ഇരുന്ന്, പിന്നെ അങ്ങേര് കായകൽപ്പമൊക്കെ ചെയ്ത് വേറെ മാരേജ് ചെയ്ത് രാജാവിന് കുട്ടികൾ 160 വയസ്സ് വരെ ഇരുന്ന ഒരു റെക്കോർഡുണ്ട്. അത് കണ്ടപ്പോഴാണ് ബ്രിട്ടീഷുകാരൻ ലോകമുള്ള ഈ കായകൽപ്പത്തെക്കുറിച്ച് റെക്കമെൻഡ് ചെയ്തു. സോ ഇത് കായകൽപ്പം ചെയ്ത് കഴിഞ്ഞാൽ അത്രയും വർഷം ജീവിക്കാൻ അത്ര വർഷം ഇപ്പോൾ സയൻസിൽ 360 കൊല്ലം വരെ ജീവിക്കാൻ പറ്റും. സെല്ല് നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഇതുവരെ ഇതൊക്കെ ഇനി ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, ഓർഗാനിക് ഫുഡ്, നല്ല ക്ലെൻസിങ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ അടുത്ത് വരുന്ന സെല്ലൊക്കെ പ്യുവർ സെൽസ് ആയിരിക്കും. അതിന് ഇമ്മ്യൂണിറ്റി ഡെവലപ്പാവും. അങ്ങനെ ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് വെറും ഒരു ബാഡിയല്ല, അത് ഈ ബാഡിയുടെ അകത്ത് ട്രില്യൺസ് ഓഫ് സെൽസ് ഇരിക്കുന്നു. ട്രില്യൺസ് ഓഫ് ഒவ்வொரு സെല്ലും ഈക്വൽ ടു 1 അമീബ. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് വരുന്ന ഒരു ഓർഗാൻ, ആ സെല്ലിന് അമീബയ്ക്കുള്ള ഒவ்வொரு സെല്ലിന് ഊർജ്ജം കിട്ടിക്കഴിഞ്ഞാൽ അത് ഇറ്റ് വിൽ ലീവ് ഫോർ എ ലോങ് ടൈം. അതാണ് അതിൻ്റെ ബേസ്. അതേമാതിരി ആൻറ്റിബയോട്ടിക് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ പ്രോബയോട്ടിക്, ആൻറ്റിബയോട്ടിക് രണ്ടും പ്രോബയോട്ടിക് ജാസ്തിയായിരുന്ന ഉൺ ക്യാൻ ലീവ് ഫോർ ലോങ് ടൈം. ഇതൊക്കെ പ്രൂവ്ഡ് അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ അന്ന് എഴുതിയവർ
ഇത്ര ഡീറ്റെയിൽ എഴുതിയില്ല, അവരുള്ള മീൻസൊക്കെ എഴുതി വെച്ച് നമ്മൾ ഇതിനെ കോറിലേറ്റ് ചെയ്ത് ഇങ്ങനെ തന്നെ ഇത് വരുന്നത് സെൽ ഡിവിഷനിൽ പുതിയ സെൽ വരുമ്പോൾ നല്ലതായിരിക്കുന്നു, അതിന് ഊർജ്ജം എങ്ങനെ കിട്ടുന്നു ഉള്ളത് അന്ന് ഉള്ള റെക്കോർഡുകൾ എഴുതാൻ പറ്റിയില്ല. ഇപ്പം നമ്മളതൊക്കെ ചേർക്കുമ്പോൾ മനസ്സിലാവും ജനങ്ങൾ കറക്റ്റ് തന്നെ അങ്ങനെ വരുന്നത്. അപ്പോൾ ലോങ് ലൈഫ് ആൻഡ് ഹെൽത്ത് പ്ലസ് സ്പിരിച്വൽ റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റിയലൈസേഷൻ ഒരു കോൺഷ്യസ്നുണ്ട്, അത് വന്ന് പെർസെൻറ്റേജ് ഇൻക്രീസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു അബ്നോർമൽ തിങ്കിങ് പാറ്റേൺ, അബ്നോർമൽ മൈൻഡ് ഇതൊക്കെ വരും. അതാണ് വാസിയോഗയുടെ എക്സ്പെക്റ്റേഷൻ. ഈ വാസിയോഗയും അതേപോലെ തന്നെ കായകൽപ്പവും തമ്മിൽ ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. വാസിയോഗ ചെയ്താൽ കായകൽപ്പ വരും. പക്ഷേ കായകൽപ്പ യോഗ എന്ന് സെപ്പറേറ്റായിട്ട് യോഗ ഉണ്ട്. കായകൽപ്പ യോഗ എന്ന് പല ടെക്നിക്ക് യൂസ് ചെയ്ത് അതിന് ഹെർബൽ യൂസ് ചെയ്യുന്ന മെഡിസിനും ഉണ്ട്. ഹെർബൽ യൂസ് ചെയ്യാതെ ശിവയോഗ ടെക്നിക്ക് വഴി വാതപിത്ത കഫത്തെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്ന 2 ടൈപ്പ് ഉണ്ട്. നിങ്ങൾ ചക്ര ആക്ടിവേഷൻ ചെയ്ത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആക്ടിവേറ്റ്, അത് കായകൽപ്പ യോഗ സെപ്പറേറ്റ്. ഇത് അതിലുള്ള ഒരു എഫക്റ്റ് കിട്ടും. അതായത് കായകൽപ്പം ചെയ്യുന്നതിന് കുറച്ചുകൂടെ എഫക്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ വാസിയോഗ ഇല്ല, വാസിയോഗ ചെയ്താൽ അതിൽ നിന്ന് ഒരുവിധം കായകൽപ്പ യോഗയിലുള്ള ഒരുവിധം കിട്ടും, ഒരുവിധം കാര്യങ്ങളെല്ലാം കിട്ടും. ഒരു ഈ വാസിയോഗയിൽ ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, ഇതിൽ എന്തെങ്കിലും വ്യത്യസ്ത ടൈപ്പുകളുണ്ടോ? കാരണം നമ്മൾ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ അതിനകത്ത് വ്യത്യസ്ത ശാഖകളെല്ലാത്തിനും ഉണ്ട്. ഈ വാസിയോഗയ്ക്ക് അങ്ങനെ പ്രത്യേക എന്തെങ്കിലും ശാഖകളുണ്ടോ? ശാഖകളുണ്ട്. ഒറിജിനൽ വാസിയോഗ എന്ന് പറഞ്ഞാൽ അഗസ്ത്യർ തിരുമൂലർ പറയുന്നതാണ് ഒറിജിനൽ ഓൾഡസ്റ്റ് റെക്കോർഡ്. പിന്നെ ഇപ്പോൾ വന്ന് നിങ്ങൾക്ക് ശിവാനന്ദ പരമഹംസർ പളനിയിൽ പോയി വരുന്ന അത് അവരുടെ ട്രഡീഷൻ, കേരള ട്രഡീഷൻ, വൈറ്റ് ഡ്രസ് ചെയ്ത് അത് ഉള്ള ട്രഡീഷൻ. മൂന്നാമത് എന്ന് വെച്ചാൽ വാസി പഠികൈ യോഗം എന്ന് പറഞ്ഞാൽ ഇതിന് കൊങ്കണ സിദ്ധറാണ് അതിനുള്ള ഒരു ഇത് പറയുന്നത്. കൊങ്കണ സിദ്ധർ 2 പറയുന്നത് വാസി പഠിക യോഗം. ഇനി ഒരു ഡീറ്റെയിൽഡ് വാസിയോഗം എന്ന് പറയുന്നുണ്ട്, അത് കൊങ്കണ സിദ്ധറുടെ ട്രഡീഷൻ. ഇത് കാക്കപുസുണ്ടർ മെത്തേഡ് എന്ന് പറയുന്നുണ്ട്. കാക്കപുസുണ്ടർ മഹർഷി പറയുന്ന വാസിയോഗ തമിഴ്നാട്ടിൽ ഫേമസ്. തമിഴ്നാട്ടിൽ, കേരളത്തിലില്ല, തമിഴ്നാട്ടിലും. കാക്കപുസുണ്ടർ മഹർഷി എങ്ങനെയെന്ന് പറഞ്ഞാൽ യോഗ, പ്രാണായാമ, ആസന, പ്രാണായാമ, ബ്രീത്തിങ് ആൻഡ് മന്ത്ര 4 കമ്പൈൻ ചെയ്ത് മയിൽ കൂത്ത്, കുയിൽ കൂത്ത്, അടുത്ത് വന്ന് മലൈക്കൂത്ത്, നെമിലിക്കൂത്ത്, സർപ്പക്കൂത്ത് 5 ഡാൻസ് ഫോം മാതിരി ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ കയ്യെ പൊക്കിയിട്ട് ഈ മുസ്ലിംസ് തൊഴുക മാതിരി സെയിം ടൈപ്പ് തന്നെ. ആക്ച്വലി ഇതിൽ നിന്നാണ് മുസ്ലിം തൊഴുക വന്നത്. ഇവിടെ നിന്ന് അവിടെ മെക്ക എന്ന് പറയുന്നത് പഴയ ശിവൻ കോവിലായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് രാംദേവ് എന്നുള്ള ഒരു സിദ്ധർ അങ്ങ് പോയപ്പോൾ നബിയെ ഇവരെ ഇത് ഫോൾസ് ചെയ്ത് മതം മാറ്റി പേര് യൂസുഫ് എന്ന് വെച്ച്. അപ്പോൾ ഇങ്ങനെ അറിയാവുന്നുള്ള ഈ വാസിയോഗയാണ് പറഞ്ഞു കൊടുത്തത്. അതാണ് മുസ്ലിം തൊഴുകയിൽ ഇതിൽ ആ ഊയും ഊവായും ആ ഊവായും ആ ഊസി ഇതാണ് ഇതിൽ വരുന്ന ശബ്ദങ്ങൾ. പക്ഷേ അത് ഇതേ രാഗത്തിൽ വരുന്ന വേദത്തിലുള്ള ഉറുദുവിൽ മാറ്റി അവർ തൊഴുകയായി. അപ്പോൾ ഇതിനെ എന്തെന്ന് വെച്ചാൽ ഇത് കോമൺ തമിഴ്നാട്ടിൽ ഫേമസ് ആയുള്ള ടെക്നിക്കാണ്. അത് അടുത്ത് അതിനോട് ഹയ്യറാണ് വാസി പഠിക യോഗം. പഠിക യോഗത്തിൻ്റെ ആദർ കൊങ്കണ സിദ്ധർ പരമ്പരയിൽ തിരുമൂലർ നമ്പർ 1, അതിൻ്റെ അടുത്തത് കാളങ്കിനാഥ് അടുത്തത് ബോഹറിൻ്റെ അടുത്തത് കൊങ്കണ സിദ്ധർ. അങ്ങനെ ഡീറ്റെയിലാണ് പറയുന്നത്, ഡീറ്റെയിൽഡ് വാസി. ഇത് വാസി യോഗ ഇത് ഏത് ബുക്കിൽ വെച്ചാൽ കൊങ്കണർ വാദകാവ്യത്തിലാണ് ഇരിക്കുന്നത്. കൊങ്കണർ നിങ്ങൾ മറ്റേ യോഗ വാദനൂൽ എഴുതിയതിലാണ് ഈ വാസിയോഗ ഇരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ വാസിയോഗ ചെയ്താൽ വാദ പ്രോബ്ലങ്ങൾ സോൾവ് ആവും. അതിനു വേണ്ടിയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഇതുപോലെ വർമ്മ ബുക്കിൽ ഒരു വാസി ഇരിക്കുന്നു. വർമ്മ ബുക്കിൽ നിന്ന് മൂലകുണ്ടലിനി ഉൾവാസി, അത് കംപ്ലീറ്റ് ബ്രെയിനിലുള്ള പത്മ മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ വഴിയുള്ള വാസി. ഇങ്ങനെ വാസിയിൽ ജനറലായിട്ടുള്ള പൂർവിക വാസി അഗസ്ത്യ തിരുമൂലർ. രണ്ടാമത് നിങ്ങൾ നോക്കണമെങ്കിൽ കാക്കപുസുണ്ടർ മെത്തേഡ്. 3 കൊങ്കണറുടെ വാസി പഠിക യോഗം. 4 കൊങ്കണർ പറയുന്ന ഡീറ്റെയിൽഡ് വാസി. 5 മൂലകുണ്ടലിനി ഉൾവാസി മർമ്മത്തിലുള്ളത്. അത് കേരള ട്രഡീഷൻ. ഇത്ര ഇതുണ്ട് കേരള ട്രഡീഷൻ. അത് മാത്രം അറിയാം. തമിഴ്നാട്ടിലുള്ള കാക്കപുസുണ്ടർ, ബാക്കിയൊക്കെ ഞാൻ മാത്രം തന്നെ പറഞ്ഞു കൊടുക്കുന്നത്. വാസി പഠിക യോഗം, ഡീറ്റെയിൽഡ് വാസി, മൂലക്കുണ്ട്. ഇത് ഞാനാണ് ഫസ്റ്റ് അതിനെ പ്രാക്ടിക്കലായിട്ട് ക്ലാസ് എടുക്കുന്നത്. ഇതിന് മുമ്പ് ആരും എടുത്തിട്ടില്ല.
എല്ലാം പുസ്തകത്തിൽ എല്ലാം മാത്രം வந்து அவர் ஒன்லி മറ്റേ കാകഭൂഷണ്ടർ മെത്തേഡ് തമിഴ്നാട്ടിലും ഇവിടെ ശിവാനന്ദർ മെത്തേഡ് മാത്രമാണ്. ഈ മെത്തേഡൊക്കെ റെക്കോർഡിൽ നിന്ന് തേടി പിടിച്ച് അതിനെ പ്രാക്ടിക്കലാക്കി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. ഞാൻ വന്നിട്ട് ഇനി വരുന്ന എൻ്റെ സ്റ്റുഡൻസ് ഇനി അടുത്ത് ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് മലയാളീസും ഒരുപാട് എൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. ഇനി അവർ ചെയ്യാം. ഇതിൻ്റെ ഫൗണ്ടർ ഞാൻ തന്നെ.